സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്കില്ലെന്ന് ഉറപ്പിച്ച് വീണ്ടും ഉയർന്നു. ഇന്ന് 22 ക്യാരറ്റ് 1 പവന് 1,05,560 രൂപയാണ് വില. ആഗോള വിപണിയിലും സ്വർണ്ണവില കുതിക്കുകയാണ്. പശ്ചിമേഷ്യ യുദ്ധമടക്കം ഭൗമ രാഷ്ട്രീയ കാലാവസ്ഥ സങ്കീർണമായി തുടരുന്നത് സ്വർണ്ണവിലയിൽ വലിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അടിപൊളി. സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്കൊന്നും പോകില്ല. സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് നിരാശയുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. ജനുവരി 29-നാണ് 1,31,160 രൂപ സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തി റെക്കോർഡിട്ടത്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ഈ കണക്കുകളൊന്നും പ്രത്യേകിച്ച് മലയാളികൾ മറക്കാനിടയില്ല. കാരണം അത്രത്തോളം പ്രാധാന്യം സ്വർണത്തിന് ഇന്ന് മലയാളികൾ നൽകി വരുന്നുണ്ട്. 3 ആഴ്ച കൊണ്ട് പവന് 11,000 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വില വീണ്ടും കൂടാൻ തുടങ്ങി. വലിയ മുന്നേറ്റം തന്നെയാണ് തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ഇടിവിന് ശേഷമാണ് പവൻ വില ഒറ്റയടിക്ക് വർധനവ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 1,05,560 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയിലുമെത്തി. ഇന്നലെ 2 തവണയാണ് പവൻ വില മാറിയത്. പവന് 1,040 രൂപ കൂടിയിരുന്നു. ഇന്നും പവൻ വിലയിൽ കുതിപ്പുണ്ടായത് ശരിക്കും വ്യാപാരികൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതടക്കമുള്ള വിവിധ ഘടകങ്ങളാണ് ഇപ്പോൾ സ്വർണ്ണവിലയെ നിലവിൽ സ്വാധീനിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടിയാൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണം കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില വലിയ തോതിൽ താഴേക്ക് പോകാൻ കാരണമായതും. 3 ആഴ്ച കൊണ്ട് പവന് ഇത്രയധികം രൂപ കുറഞ്ഞപ്പോൾ 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണ്ണവില എത്തുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ മറിച്ച് ഇപ്പോൾ 1,10,000-ന് മുകളിലേക്കാണ് സ്വർണ്ണവിലയുടെ കുതിപ്പ് പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യാന്തര വിപണിയിൽ തുടർച്ചയായ ഇടിവ് നേരിട്ടിരുന്ന സ്വർണ്ണവില ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും വ്യാപാരികൾ പറയുന്നു. നിലവിൽ ഔൺസിന് $4,204 വ്യാപാരം. ആഗോള സാമ്പത്തിക രംഗത്തുണ്ടായ അനുകൂല ഘടകങ്ങളാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് വീണ്ടും വൻകിട നിക്ഷേപകരെ ആകർഷിക്കുന്നത്. ആഗോള വിപണിയിലെ വൻ മുന്നേറ്റം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രകടമായിരിക്കുന്നത്. എന്തായാലും പവൻ വില വീണ്ടും 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് പതിക്കുമെന്ന വിലയിരുത്തലുകൾ സജീവമായിരിക്കെയാണ് വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ തിരിച്ചുവരവ്. ഇന്നത്തെ വിപണി നിരക്കനുസരിച്ച് കേരളത്തിൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ നികുതിയും കുറഞ്ഞ പണിക്കൂലി 5% കൂട്ടിയാൽ 1,14,322 രൂപയെങ്കിലും നൽകേണ്ടി വരും. ഡിസൈൻ അനുസരിച്ച് വിലയിൽ വലിയ തരത്തിൽ മാറ്റവും പ്രതീക്ഷിക്കാം. ആഗോള വിപണിയിലെ പെട്ടെന്നുള്ള മുന്നേറ്റം വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആഭ്യന്തര വിപണിയിൽ വില കുറഞ്ഞു നിന്നത് വിവാഹ സീസണിലെല്ലാം സ്വർണം വാങ്ങാൻ ഉദ്ദേശിച്ച ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇറക്കുമതി തീരുവയും കണക്കിലെടുക്കുമ്പോൾ പവൻ വില ഇന്ന് വീണ്ടും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.